അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളായ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നവരാണല്ലോ. ഓരോ ദിവസം എത്ര ആവശ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും. എന്താണ് ആഗ്രഹം? ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയണം. ഞാൻ ചോദിക്കുന്ന കാര്യം എളുപ്പത്തിൽ അള്ളാഹു എനിക്ക് തരണം. അങ്ങനെയൊക്കെയുള്ള ഓരോ മനസ്സാണല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറയണത്, നമ്മൾ ദുആ നമ്മൾ പ്രാർത്ഥന ചെയ്താൽ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? കാരണം നമ്മൾ ഓരോ ദിവസം വിവിധങ്ങളായ ആവശ്യങ്ങളെ കുറിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുന്നവരാണല്ലോ ദിവസവും, അല്ലേ? അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു, സ്വീകരിച്ചു എങ്ങനെ നമുക്ക് അറിയാം? അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചില അടയാളങ്ങൾ ഉണ്ട്. ഒന്നാമതായി, ദുആ ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിന് ഒരു ശാന്തത ലഭിക്കും. കാരണം ഒന്നുമില്ലാതെ ഹൃദയം ലഘുവായിരിക്കും. രണ്ടാമതായി, നമ്മുടെ പ്രശ്നങ്ങളിൽ ചെറിയ എളുപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അടഞ്ഞുവെന്ന് തോന്നിയ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരുന്നത് കാണാൻ നമുക്ക് തന്നെ സാധിക്കും. മൂന്നാമതായി, നമ്മളിൽ ക്ഷമ വർദ്ധിക്കും. മുൻപുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോൾ അതിനെ സഹിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും. എന്തെന്നെ വന്നാലും നമുക്കൊരു ക്ഷമ, ഒരു ശക്തി, അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്കത് സഹിക്കാനുള്ള ആ ഒരു ഇടങ്ങേറിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരും. നാലാമതായി, പാപങ്ങളിൽ നിന്ന് ദൂരം തോന്നും. ഹറാമായ കാര്യങ്ങളോടൊക്കെ നമ്മൾ ഒഴിവായി നിന്ന് നല്ല കാര്യങ്ങൾ, നമ്മൾ നന്മയിലേക്ക് നമ്മളെ മനസ്സ് തുറന്നു പോവും. അഞ്ചാമതായി, ദുആ വീണ്ടും ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ പ്രേരിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, നമ്മളൊരാവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തിന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലേക്ക് വന്നെങ്കിലുള്ളല്ലോ നമ്മളത് ചെയ്യുക. അല്ലാതെ നമുക്ക് ഇന്നാലിന്ന പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് നമ്മൾ പറയാൻ, അത് നമ്മളെ മനസ്സിനെ നമ്മളെ പ്രേരിപ്പിക്കണം, അല്ലേ? അപ്പോൾ ഇത് തന്നെ ദുആ സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ അടയാളമാണ്. ആറാമതായി, ഉത്തരം വൈകിയാലും നിരാശ തോന്നില്ല. അള്ളാഹു തീർച്ചയായും എനിക്ക് നല്ലത് തന്നെയാകും എന്ന വിശ്വാസമുണ്ടാകും. ഒന്ന് ഓർക്കണം, ദുആക്ക് ഉത്തരം 3 രീതിയിലാണ് വരുന്നത്. നമ്മൾ ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ അതിലും നല്ല രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു വലിയ ദോഷം അകറ്റാൻ. അതുകൊണ്ട് ദുആ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. നമ്മൾ ഗുണമായാലും നമുക്ക് കിട്ടുമോ കിട്ടൂലേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ കാര്യം സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുക. അള്ളാഹു അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, അപ്പോൾ 3 രീതിയിലാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് നമ്മൾ ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ അതിലും നല്ല രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു വലിയ ദോഷം അകറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ദുആ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയണം. നമ്മൾ കൈ ഉയർത്തി അള്ളാഹുവിനോട് സംസാരിക്കുന്ന നിമിഷം തന്നെ അത് ഒരു വലിയ ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ദുആകൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.